ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ചിക്കൻ വാങ്ങിയ ദിവസമാണ്. ചിക്കൻ വാങ്ങിയ ദിവസത്തിന് വല്ലാത്ത പ്രത്യേകതയാണ്. അപ്പോൾ ഞാൻ ഓരോ സാധനങ്ങൾ അരിഞ്ഞ് വെച്ച് ദേ എടുത്തുകൊണ്ട് വരികയാണ്. പിന്നെ ഫ്രിഡ്ജിൽ ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, തൈര് മുഖ്യമാണ്. കാരണം തൈരും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ചിക്കൻ. ദേ അപ്പോൾ അതും കൂടി ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ അരിഞ്ഞ് വെക്കാനുള്ളതും പേസ്റ്റൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി ചേർക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ നോക്കിയപ്പോൾ ചെറിയ ഉള്ളി തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കടയിൽ പോയി വാങ്ങാനായിട്ട് എനിക്ക് മടിയായി, കാരണം ഉമ്മയും ഹൈസിനും ഇല്ല. അല്ലെങ്കിൽ ഉമ്മാനെയാണ് ഞാൻ കടയിൽ പറഞ്ഞു വിടാറുള്ളത്. അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാം. അത് നമ്മൾ ഒരു ചട്ടി തന്നെയാണ് ചിക്കൻ ഫ്രൈ ചെയ്തതും ചിക്കൻ കറിയാക്കുന്നതും ഒരു ചട്ടി തന്നെയാണ്. വേറെ ഒന്നുമല്ല, എനിക്ക് പാത്രം കഴുകാൻ നല്ല മടിയാണ്. ആവശ്യത്തിൽ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നല്ലപോലെ ചിക്കൻ അതിനകത്ത് ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒരുപാട് ചിക്കൻ നമുക്ക് ഒരേ സമയം ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ചൂടുള്ള ചിക്കൻ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഞാൻ കഴിക്കുകയാണ്. അതെനിക്ക് ആദ്യമായിട്ട് പല്ല് വന്നപ്പോൾ മുതലുള്ള ശീലമാണ്. ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ട്രിപ്പ് എനിക്കുള്ളതാണ്. നല്ല ചൂടുണ്ട്, പല്ലിന് കമ്പിയിട്ട് ഞാൻ സാധാരണ ആരും ചിക്കൻ കഴിക്കാറില്ല, പക്ഷേ എനിക്കതൊന്നും ഒരു വിഷയമേ ഇല്ല. അപ്പോൾ ചൂടുണ്ട്, ഊതി എങ്ങനെയെങ്കിലും അത് വയറ്റിലാക്കിയാണ്, എങ്ങനെയെങ്കിലും അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വയറ്റിലാക്കാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അത് അപ്പോഴും അതെ ഇപ്പോഴും അതെ. അപ്പോൾ അതേ ചിക്കൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിലോട്ടാണ് നമ്മൾ സവാള ഇടുന്നത്. ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉമ്മ വരുമ്പോൾ എന്നെ ചീത്തോറയും, വേറെ ഒന്നുമല്ല, പാത്രം കരിച്ചതിന്. പാത്രം കഴുകുന്ന ഡ്യൂട്ടി ഉമ്മാക്കാണ്, എനിക്ക് പാത്രം കഴുകാനായിട്ട് ഭയങ്കര മടിയാണ്. അപ്പോൾ അതേ കരിഞ്ഞ ഭാഗം അവിടെ കിടന്നോട്ടെ. കരിഞ്ഞതും നമ്മുടെ സവോളയും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. കരിഞ്ഞത് അവിടെ കരി പിടിച്ച് കിടന്നോട്ടെ. എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴുകാം. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് സവോള നല്ലപോലെ വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് കരിഞ്ഞത് എങ്ങാനും സവോളയിൽ മിക്സ് ആവുമെന്ന് വിചാരിച്ച്, പക്ഷേ കരിഞ്ഞത് ചതിച്ചില്ല. കാരണം സവോള വേറെ കരിഞ്ഞത് വേറെ അങ്ങനെയാണ് കിടക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മൊരിച്ചെടുക്കണം. സവോള നല്ലപോലെ വഴണ്ടാലും മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങളിവിടെ കറി വെക്കുമ്പോൾ സവോള നല്ലപോലെ വഴറ്റി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നല്ലപോലെ ഇതാക്കും. പിന്നെ തന്നെയുമല്ല ഞാൻ പച്ചമുളക് ചേർക്കാറുണ്ട്, പക്ഷേ ഇന്ന് ചേർക്കാത്തതിൻ്റെ കാരണം ഞാൻ ലാസ്റ്റ് പറയാം പച്ചമുളക് എന്താ ചേർക്കാത്തതെന്നുള്ളത്. അപ്പോൾ സവോള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തക്കാളി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ചേർത്തതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നു പോയതാണ്. അപ്പോൾ തക്കാളിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ അത് മൊരിച്ചെടുക്കണം നമ്മൾ. പിന്നെ ചിക്കനൊക്കെ ആദ്യമേ തന്നെ മൊരിച്ച് കഴിഞ്ഞല്ലോ, മൊരിച്ച് മാറ്റി വെച്ച് അത് കുറച്ച് കഴിക്കുകയും ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള ചിക്കനാണ് എനിക്ക് കറി വെക്കാനുള്ളത്. അപ്പോൾ അത് വേണ്ട പൊടികളൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. പൊടികൾ അധികം ചേർക്കണില്ല, കാരണം കുറേ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോഴേ കുറേ ചിക്കൻ വാരി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇനി കറി വെക്കാനായിട്ട്. പിന്നെ തൈര് എന്തായാലും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ചേർക്കാത്തതെന്ന്. ഞാനിപ്പോൾ കറി വെച്ചാലും അതിനകത്ത് എരിവ് കൂടും. പിന്നെ അതേപോലെ തന്നെ കുറച്ച് വെള്ളവും കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കണം. കാരണം ഇന്നലെ ഞങ്ങൾ പത്തിരിയും ചിക്കൻ കറിയും കഴിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ കുറച്ച് പത്തിരിയും കൂടി മേടിക്കുന്നുണ്ട്. അപ്പോൾ പത്തിരിക്ക് കുറച്ച് ഗ്രേവി വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഗ്രേവി കൂട്ടിയിട്ട് ചിക്കൻ കറി വെക്കണതിൻ്റെ മെയിനായിട്ടുള്ള കാരണം. നല്ല എരിവുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ചേർക്കാത്തത്. പിന്നെയെന്ന് പറയാനായിട്ട് ചിക്കൻ നമുക്ക് മൂടി വെച്ചിട്ട് ഒന്നതൊന്ന് വറ്റിച്ചെടുക്കണം. ലാസ്റ്റത്തെ ലുക്ക് എന്ന് പറയാനായിട്ട് ഇതാണ്. ഇനിയിപ്പോൾ കഴിച്ചും കൂടെ നോക്കണം. അപ്പോൾ